ഇന്ന് നമ്മൾ ഫേസ് യോഗയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച് ഫേസ് യോഗ ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഒരു ഗുണം നമുക്ക് നമ്മുടെ സ്കിന്നിൽ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. സാവധാനം കണ്ണുറക്കുക. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഫേസ് യോഗ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നല്ല നിറം വയ്ക്കും, നല്ല സൗന്ദര്യം വർദ്ധിക്കും, അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ അർത്ഥം നമുക്കുള്ള നിറം എന്താണോ അതിൽ കുറച്ചും കൂടെ ഗ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ല ചുളിവൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഫേസ് യോഗ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിച്ച് നമ്മുടെ ശരീരം ഒന്നും നിയന്ത്രണം ഇല്ല, ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കഴിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ വയറ് നിറച്ചെടുത്ത് ഒരുപാട് വെള്ളം കുടിക്കുക, യൂറിൻ പുറത്തേക്ക് പോകുന്നതനുസരിച്ച് കുടിക്കുക, അല്ലെങ്കിൽ വയറ് ചാടും. ഒരു വലിയ കുപ്പിയിലെ വെള്ളം മൊത്തം ഒറ്റയടിക്ക് കുടിക്കുക അല്ല അതിൻ്റെ അർത്ഥം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളം കുടിക്കുക, അങ്ങനെ ഒരുമിച്ച് കുടിക്കരുത്, എന്നാൽ വയറ് പുറത്തേക്ക് ചാടി വരും. അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചിലപ്പോൾ നല്ല പ്രായത്തിൽ കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നല്ല വെയിറ്റൊക്കെ വെച്ചിട്ട് സ്കിന്നൊക്കെ ഒരുമാതിരി ചുളിവൊക്കെ വീണിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ പഴയൊരു സൗന്ദര്യം നമുക്കൊരു 60% തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പ്രായമായി, അതായത് നമ്മൾ 18 വയസ്സോ 15 വയസ്സോ അല്ല, നമ്മുടെ പ്രായം എന്താണ്, നമുക്ക് തന്നെ അറിയാം നമുക്ക് എത്ര വയസ്സായെന്ന്. ആ ഒരു വയസ്സിൽ നമ്മൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കും അറിയാം. പക്ഷേ അതിനെ നമ്മൾ തിരിച്ചു പിടിക്കണം. ആ ഒരു പ്രായം തോന്നിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, മനസ്സിനെയൊക്കെ റിലാക്സ് ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് ഹാപ്പി ആകുമ്പോൾ തന്നെ അത് നമ്മുടെ മുഖത്ത് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫേസ് യോഗ ചെയ്യുന്നതിലൂടെ നമ്മളുടെ സ്കിന്നിനൊക്കെ ഉണ്ടാകുന്ന ചുളിവ് മാറുന്നതിനും ഫേസൊക്കെ നല്ല ഗ്ലോ ആവുന്നതിനും കണ്ണിനൊക്കെ നല്ല തിളക്കം ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ് യോഗ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലെ നമ്മുടെ ബോഡി മൊത്തം എക്സസൈസ് ചെയ്യുമല്ലോ. നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കറക്കുക, കാലും കൈയൊക്കെ എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫേസിലെ കുഞ്ഞു കുഞ്ഞു മസിൽസൊക്കെ അനങ്ങുന്നുണ്ടോ? ഇല്ല, അതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫേസിലെ കുഞ്ഞു കുഞ്ഞു മസിൽസൊക്കെ എന്ത് ചെയ്യുവാണ്, ആക്റ്റീവ് ആക്കാൻ പോവുകയാണ്. കുഞ്ഞു കുഞ്ഞു മസിൽസൊക്കെ ആക്റ്റീവ് ആവുന്നതനുസരിച്ച് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? ഫേസിന് നല്ല ഗ്ലോ ഉണ്ടാവാനൊക്കെ സഹായിക്കും. വീണ്ടും പറയുവാണ്, നമുക്ക് കിട്ടുന്ന എല്ലാ ആഹാരങ്ങളും കഴിച്ച് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഒരു നിയന്ത്രണം ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് കുറയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുക, വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പെട്ടെന്നുണ്ടാവും. ഷുഗറൊക്കെ കട്ട് ചെയ്ത് മധുരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ, ഞാൻ ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊന്നും ആർക്കും കൊടുക്കാറില്ല, നമ്മുടെ പറ്റുന്ന രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, ഫേസ് യോഗയുടെ റെക്കോർഡ് ക്ലാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 2 വാക്ക് പറഞ്ഞത്. യൂട്യൂബിൽ ഇടാനുള്ളതാണ്. പുതിയ ആൾക്കാർക്ക് കാണുമ്പോൾ ഇതൊരു പ്രചോദനമാവും. ഒരുപാട് ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയാണ് ഫേസ് യോഗ ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര സിനിമാ നടിയെ പോലെ ആവും എന്നൊക്കെ. ഇപ്പോൾ ഈ ചെയ്യിപ്പിക്കുന്ന ആരാണ്? ഞാൻ തന്നെ ഇപ്പോൾ നിറം കുറവാണ്. നോർമലി എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിറം കുറവായതുകൊണ്ട് ചിലപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ ചില ആൾക്കാരെങ്കിലും വിചാരിക്കും ആദ്യം നീ പോയി കളറൊക്കെ വെച്ചിട്ട് വാ, എന്നിട്ട് നമ്മളെ പഠിപ്പിച്ചാൽ മതിയെന്ന് ചില ആൾക്കാരെങ്കിലും ബാഡ് കമൻറ്റ് ഇടും. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിനറിയാം ചെറിയൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്, നമ്മൾ യോഗയിൻ്റെ ഇടയ്ക്കൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ സ്റ്റുഡൻസിനറിയാം. പക്ഷേ യൂട്യൂബിൽ പുതിയതായിട്ട് വരുന്ന ഒരാളിന് ഇത് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഫേസ് യോഗയെക്കുറിച്ച് പറയുന്നത്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നടിമാരൊക്കെ നല്ല സൗന്ദര്യമുള്ള ആൾക്കാർ തന്നെയാണ് വീണ്ടും സൗന്ദര്യം വർദ്ധിക്കുമെന്ന് പറഞ്ഞ് ഫേസ് യോഗ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, അത്രയ്ക്കുള്ള സൗന്ദര്യം വർദ്ധിക്കണമെങ്കിൽ എല്ലാവരും പിന്നെ എന്ത് ചെയ്താൽ മതി? ഫേസ് യോഗ ചെയ്താൽ പോരെ സൗന്ദര്യം വർദ്ധിക്കുക, അല്ലേ? എല്ലാവരും അത് ചെയ്താൽ പോരെ? അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ഫേസ് യോഗ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്, അങ്ങനെയല്ല. നമുക്കുള്ള സൗന്ദര്യത്തെ തന്നെ എന്ത് ചെയ്യും? ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഫേസൊക്കെ നല്ല വണ്ണമൊക്കെ വയ്ക്കുമ്പോൾ ഇവിടെ ഡബിൾ ചിന്ന്, ഭയങ്കര കഴുത്തിൽ ഇവിടെയൊക്കെ നല്ല വീർത്തൊക്കെ ഇരിക്കും. അതായത് ഓവർ ഫാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെ ഇരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? കഴുത്തിന് ചുറ്റും കറുപ്പൊക്കെ വീഴും. നമ്മൾ ഫേസ് യോഗ ചെയ്യുന്നതനുസരിച്ച് എന്താണ്, ആ ഒരു കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാം. അതായത് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ വാഷ് ഔട്ടായിട്ട് പുറത്തേക്ക് പോകുന്നതനുസരിച്ച് ബോഡി ഒതുങ്ങി വരും. അതനുസരിച്ച് നമുക്ക് കളറുണ്ടാവും, സ്കിന്നിന് ഗ്ലോ ഉണ്ടാവും. അതുപോലെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക മറ്റൊരാൾക്കൊരു പോസിറ്റീവ് എനർജി തോന്നും. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ പെരുമാറ്റത്തിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി മറ്റൊരാൾക്കുണ്ടാവും.
അതാണ് ഈ ഫേസ് യോഗ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് യോഗയെ കാട്ടിലും നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിലല്ല കാര്യം. നമ്മൾ അതിലുപരിയായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുക. ആശുപത്രിയിൽ നിന്ന് പോകാൻ ഇടവരുതാതെ നമ്മളെ കഴിയുന്ന രീതിയിൽ എക്സസൈസും വർക്കൗട്ട് യോഗയൊക്കെ ചെയ്ത് ആരോഗ്യമായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്ന ആരോഗ്യമുള്ളൊരു ശരീരമാണ്. ആരോഗ്യമുള്ള ശരീരം നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ആദ്യം നമുക്ക് ആരോഗ്യമുള്ള മനസ്സുണ്ടാവണം. ആരോഗ്യമുള്ള മനസ്സുണ്ടാകുമ്പോൾ നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവും. ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കായിട്ട് തന്നെ തോന്നും നമ്മുടെ ഫേസൊക്കെ ഒന്ന് അടിപൊളിയാക്കണം, നന്നായിട്ട് ഒരുങ്ങി നടക്കണമെന്ന് നമ്മളിലുണ്ടായി വരും. അങ്ങനെ അവസാനം നമുക്ക് യോഗ തന്ന ഗിഫ്റ്റാണ് എന്ത്, നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സാണ്. ശരിക്കും മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് നമ്മുടെ ഈ മുഖത്ത് ഈ കാണുന്ന ഒരു ഉന്മേഷവും ഉത്സാഹം ഒക്കെ നമ്മളിൽ ഉണ്ടായി വരുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ് ഫേസ് യോഗയെക്കുറിച്ച്. ഓക്കെ, ഇനിയപ്പോൾ ആരെങ്കിലുമൊക്കെ ഫേസ് യോഗ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവണ്ടല്ലോ. ആരും ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇടണ്ടല്ലോ അല്ലേ. ആദ്യമേ തന്നെ നമ്മളുള്ള കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ. നമ്മുടെ സ്റ്റുഡൻസ് ഓക്കെയാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, യൂട്യൂബിലൊക്കെ ഇടുന്നത്. ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. പുതിയ ആൾക്കാർ ചെയ്യണം, കാണണമെന്ന് എനിക്കങ്ങനെ ആഗ്രഹമില്ല. എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. എനിക്ക് ഈ ഒരു 20 മിനിറ്റും ഒക്കെ ഉള്ള വീഡിയോ ഞാൻ എങ്ങനെ അയച്ചു തരും, നിങ്ങൾക്ക് അയച്ചാൽ അങ്ങ് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 100% റിസൾട്ട് മാത്രമേ ഉണ്ടാവും. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ഉറങ്ങാൻ നേരത്ത് ചെയ്യുക. ഉറങ്ങണതിന് ഒരു 15 മിനിറ്റൊക്കെ കിടക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് ഫേസൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കിടക്കുക. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞൊന്നും ആർക്കും ഇല്ലല്ലോ അല്ലേ. ഉള്ളവർക്ക് പറ്റില്ല, ഇല്ലാത്തവർക്ക് സമയമുണ്ട്. നിങ്ങൾ മനസ്സ് വയ്ക്കുക. നിങ്ങൾക്ക് മടി തോന്നുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണം, എന്നെ ഓർത്താൽ മതി. ആ പാവൻ ട്രെയിനർ ആ ചെറിയ കുഞ്ഞിനെ വെച്ച് നിങ്ങളൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്ന സമയം ഞാൻ തൊട്ടിലാട്ടക്കോ കുഞ്ഞിനെ ഉറക്കക്കോ ഇവിടെ പരിപാടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇടുന്ന പക്ഷേ മനസ്സുണ്ടാവണം ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യാനായിട്ട്. ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്തിനാണ്, എനിക്ക് കുഞ്ഞുണ്ടെന്നും ഞാൻ ഉറക്കുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത്, കുഞ്ഞുള്ളതും ഉറക്കുന്നതെന്ന് കഷ്ടപ്പാടല്ല. അതൊക്കെ നമ്മുടെ ലൈഫിലൊരു ഭാഗമാണ്. യോഗ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എന്നെ ആരും നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുവാണ്. ചെറിയൊരു കുഞ്ഞിനെ വെച്ച് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്തും ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഞാൻ മോട്ടിവേഷൻ തരുന്നത് മാത്രമാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോ. കുറച്ച് സമയം കാൽ മടക്കിയിരിക്കണം. അതുകൊണ്ട് കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോ നനക്കി കൊടുക്കുക. 1 2 3 4. കാല് തുറക്കുക. 1 2 3 4. രണ്ട് കാൽ മടക്കി കുത്തി വയ്ക്കുക. വലത്തോട്ട് ഇടത്തോട്ട് ചരിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. കാലൊന്നിട്ടിടും. സാധാരണ തിരിച്ചു വരാം. സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, ഞെട്ടുമല്ലോ. അങ്ങനെ ആക്കിയേ, ഞെട്ടുന്നോ, അങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കും. അങ്ങനെ അനങ്ങാതിരുന്ന 1 2 3 4 5 6. റിലീസ് ചെയ്യുക. ഒരിക്കൽ കൂടെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ആ ഈ ഊ ആ ഈ ഊ ആ ഈ ഊ ആ ഈ ഊ ആ ഈ ഊ ആ ഈ ഊ ആ ഈ ഊ ആ ഈ ഊ. ഗുഡ്. സാധനം റിലീസ് ചെയ്യുക. ചിരിക്കുക. പല്ല് കാണിക്കാതെ ചിരിച്ച 1 എന്ന് പറയുമ്പോൾ ചിരിക്കുക. 2 എന്ന് പറയുമ്പോൾ നോർമലായിട്ടിരിക്കുക. 1 2 1 2 1 2
1 2 1 2 1 2 1 2 1 2 1 2 1 2 സാധനം റിലീസ് ചെയ്യുക. പല്ലാണ് ചിരിച്ചേ. 1 2 കവള നന്നായിട്ട് പൊന്തി വരട്ടെ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 സാധാരണ തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന രണ്ട് കവളിൽ മാറി മാറി വെള്ളം നിറയ്ക്കുന്ന പോലെ ചെയ്യാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 സാധനം റിലീസ് ചെയ്യാം. വായിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ ചെയ്താൽ ഫുൾ മൊത്തത്തിൽ കവർ ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 സാധാരണ തിരിച്ചു വരാം. നമ്മളെ ഈ പുരികം ഉണ്ടല്ലോ, പുരികത്തിന് മുകളിലോട്ടൊന്നാക്കി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 ഗുഡ്. സാധനം റിലീസ് ചെയ്യാം. ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് മസാജ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 പുരികത്തിൻ്റെ പകുതി വരെ കൊണ്ടുവരാം. മുകളിലോട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. 1 2 3 4 5 6 7 8 9 10 റിലീസ് ചെയ്യുക. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രായമായി വരുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്കിന്നൊക്കെ ചുളിവ് വീഴുമ്പോൾ ഈ പുരികം കൊണ്ട് ഇങ്ങനെ താഴും. നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം മാറും, അതായത് നല്ല പ്രായം തോന്നിക്കും. അതുകൊണ്ട് എല്ലാവരും ചെയ്യണം കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും കിച്ചണിലെങ്കിലും നിൽക്കുമ്പോൾ ഫേസ് യോഗ ചെയ്യാത്ത ദിവസങ്ങളിൽ നിങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എപ്പോഴും പുരികം ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും. സ്കിന്നിലെന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിലൊക്കെ ചുളിവ് വീഴുമ്പോൾ ഈ പുരികം ഇങ്ങനെ താഴ്ന്നു വരും. അപ്പോൾ ആ ഒരു ഇത് മാറുമ്പം തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ലൊരു പ്രായം കുറവായിട്ട് തോന്നിക്കുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ഫേസിൽ നല്ല ചേഞ്ച് ഉണ്ടായി വരും. ഫേസ് യോഗ ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ ക്ലാസ്സിലുള്ളൂ, അല്ലാത്ത ദിവസം ഇത് ചെയ്യുക കേട്ടോ. ഇതെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുന്നു. കിച്ചണിൽ നിൽക്കുമ്പോഴെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കയ്യിൽ മുളക് എന്തെങ്കിലും അരിഞ്ഞ് വെച്ചിട്ടിരുന്ന് ചെയ്യരുത് കേട്ടോ, പണി പാടും. അങ്ങനെയല്ല, അല്ലാതെ ഇടയ്ക്ക് നമ്മൾ ചായ ഇടുമ്പോൾ എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ മുകളിലോട്ടൊന്ന് ആക്കി കൊടുക്കും. എന്നാലും കുളിക്കുന്നതിന് മുന്നായിട്ടെങ്കിലും എന്ത് ചെയ്യുക, 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു നിർബന്ധം ചെയ്യണം കേട്ടോ. സാധാരണ തിരിച്ചു വരാം. പുരിക മുകളിലേക്ക് വരുത്ത. 1 2 3 4 5 6 7 8 9 10 സാധാരണ തിരിച്ചു വരാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1
2. സാധനം റിലീസ് ചെയ്യുക. ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഇങ്ങനെ പിടിക്കുക, പിൻ ചെയ്യുന്നില്ല, ഇങ്ങനെ ക്ലിപ്പ് പോലെ കൈ പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ ഈ 2 കണ്ണിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കും, ക്ലിപ്പ് പോലെ. അപ്പോൾ നമ്മളെ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് പറ്റുന്ന പോലെ. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. കണ്ണടയ്ക്കുക. ഉള്ളങ്ങനെ നന്നായിട്ട് കൂട്ടത്തിനുമേ കണ്ണിൽ ചെറിയൊരു മങ്ങല പോലെ തോന്നും. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതാണ്. കണ്ണിന് പുറത്തേക്ക് വയ്ക്കുക. ഒരിക്കലും ചെയ്ത് ഒരിക്കലും ചെയ്യാം. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് സാവധാനം കണ്ണ് തുറക്കുക. നമ്മുടെ ചൂണ്ട് വിരലും നടുവിരലും എടുക്കുക. കണ്ണിനെ ഇങ്ങനെ നന്നായിട്ട് തുറന്നു വയ്ക്കുക. കണ്ണിൻ്റെ കൃഷ്ണമണി വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. കണ്ണിൻ്റെ കൃഷ്ണമണി സെൻറ്ററിൽ കൊണ്ടുവന്ന് മുകളിലോട്ട് ഉയർത്തി ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ വലത്തോട്ട് ഇടത്തോട്ട് നോക്കുക. കണ്ണടയ്ക്കുക. ഉള്ളങ്ങനെ നന്നായിട്ട് കൂട്ടി തിരുമ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. അരിയോടെ ചെയ്യാം. മുഖമൊക്കെ സാവധാനം കടവെടുക്കുക. സാവധാനം തിരിച്ചു വന്ന് 2 കൈ കൊണ്ട് നെറ്റിയിലെ ചുളിവുകളൊക്കെ മാറുന്നതിനായിട്ട് ചെയ്യുന്നതാണ്. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത് ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക. ബലൂൺ ഊതി വീർപ്പിക്കുന്നില്ല, അതുപോലെ ചെയ്യാം. കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ കവിള് വേണ്ടെന്ന് ആഗ്രഹമുള്ളവർ അകത്തോട്ട് ശ്വാസം വലിക്കും. കണ്ടോ, കവിള പൊട്ടും. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതനുസരിച്ച് ചെയ്തേ. 1 2 3 4. നന്നായിട്ട് ചെയ്തേ. 5 6 7 8 9 10. സാധാരണ തിരിച്ചു വരാം. ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചുണ്ടിങ്ങനെ കൂർപ്പിക്കും. പല്ലിലത്തെ മുത്തശ്ശിമാർ ചവയ്ക്കുന്നില്ല, അതുപോലെ കഴുത്ത് മാക്സിമം മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ചവച്ചേ. ഇവിടുത്തെ ഡബിൾ ചിന്നും കഴുത്തിലെ ഫാറ്റൊക്കെ കുറയാൻ വേണ്ടി സഹായിക്കും. നന്നായിട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഒരിക്കൽ ചെയ്ത 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യുക. ഗുഡ്. ചെവി മുകളിലേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. താഴേക്കൊന്ന് മസാജ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യുക. ചൂണ്ടുവിരലെടുക്കുക. നമ്മുടെ ചെവിയുടെ ഇവിടെ ഉണ്ടല്ലോ, ഈ ഭാഗം താഴോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. താഴോട്ട് മുകളിലോട്ട്. 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മളെ ഈ കണ്ട നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും 2 കൈയിലെയും ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം താഴോട്ടൊന്ന് മസാജ് അല്ലേ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യാം. വലത് സൈഡിലോട്ട് നോക്കാം. നന്നായിട്ട് ചവച്ചേ. വാ തുറന്ന്. 1
2, 3, 4, 5, 6, 7, 8, 9, 10. സെൻറ്റർ. ഓപ്പോസിറ്റ് തിരിയാൻ നന്നായിട്ട് ചവയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സെൻറ്റർ. മാക്സിമം കഴുത്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ വാ തുറന്ന് ചവച്ചേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരിക്കലും ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സെൻറ്റർ. സാധാരണ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കഴുത്തിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ആണ് ചെയ്യുന്നത്. പക്ഷേ സ്ലോ ആയിട്ട് ചെയ്യുക കേട്ടോ. കഴുത്തിലെ ഫാറ്റൊക്കെ കുറയുന്നതിനും ഇവിടെയൊക്കെ റിലാക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ശ്വാസം എടുത്തുകൊണ്ട് മാക്സിമം കഴുത്ത് പുറകിലോട്ട് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം താടി നെഞ്ചിൽ ടച്ച് ചെയ്യും. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പുറകിലേക്ക് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട്. ശ്വാസം എടുത്ത് കഴുത്ത് പുറകിലേക്ക് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വരാം. സെൻറ്റർ. സൈഡിലൊക്കെ പല സൈഡിലോട്ട് നോക്കുക. സാവധാനം. സെൻറ്റർ. ഓപ്പോസിറ്റ്. സെൻറ്റർ. പല സൈഡിലോട്ട് നോക്കുക. സെൻറ്റർ. ഇട സൈഡിലോട്ട് നോക്കുക. സെൻറ്റർ. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് ഫ്ലാപ്പ് ചെയ്യാൻ പോവുകയാണ്. ചൂണ്ട് വിരലോ നടുവിരലോ എടുക്കുക. ഒന്ന് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നെറ്റിയിലൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. കവിളിലൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നെറ്റിയിലൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. മൂക്കിന് താഴെ ചുണ്ടിൻ്റെ മുകളിലും താഴെയൊക്കെ ഫ്ലാപ്പ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട്. കണ്ണിൻ്റെ മുകളിൽ ഫ്ലാപ്പ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വച്ചാൽ മതി. ഫ്ലാപ്പ് ചെയ്യുക. ചെവിയൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്ത്. ചെവിയൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ മുൻഭാഗം പുറകുവശമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. അരിയോടെ ചെയ്ത നെറ്റിയിലൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. കവിളിലൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കവിളൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് ഫ്ലാപ്പ് ചെയ്യുക. ഗുഡ്. ചുണ്ടിൻ്റെ മുകളിലും താഴെ ചുണ്ടകത്തോട്ട് മടക്കിയ. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്ത് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. സാവധാനം തിരിച്ചു വരാം. നമ്മുടെ എല്ലാ വിരലും എടുക്കുക. എല്ലാ വിരലിലും നമുക്ക് ഈ ഒരു വിരലിൻ്റെ അഗ്രഭാഗം ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. മാക്സിമം കണ്ണടച്ച്. എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഫേസിന് വേണ്ടിയിട്ടാണ്, എൻ്റെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഹാപ്പി ആയിട്ട് ചെയ്ത സന്തോഷത്തോടെ നന്നായിട്ടൊന്ന് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ട് 100% റിസൾട്ട് ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും. നമ്മൾ യോഗയും കൂടെ ചെയ്യുന്നതുകൊണ്ട് ബോഡിയും കൂടെ ഒതുങ്ങി വരും. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിന് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഫേസും നല്ല രീതിയിൽ ഗ്ലോയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ചെയ്ത് കഴുത്തിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് അന്നേരം ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഗുഡ്. ഒരിക്കൽ കൂടെ ചെയ്ത് നെറ്റിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലൊക്കെ ഒന്ന് കൊടുക്കുക. ഗുഡ്. സാവധാനം തിരിച്ചു വരാം. ഓക്കെ. ഉള്ളംകൈ നന്നായിട്ട് കൂട്ടിത്തിരുമ്പോൾ ആ ഉള്ളംകൈയിൽ നല്ലൊരു ചൂട് വരട്ടെ. ഉള്ളംകൈ നന്നായിട്ട് കൂട്ടിത്തിരുക. ആ ഒരു ചൂട് നമ്മുടെ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ചെവിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. കഴുത്തിലൊക്കെ ഒന്ന് വയ്ക്കുക. ഗുഡ്. ഒരിക്കൽ ചെയ്യുക. ഉള്ളംകൈ നന്നായിട്ട് കൂട്ടിത്തിരുമ്പോൾ ആ ഒരു ചൂട് കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഫേസിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഗുഡ്. സാധാരണ തിരിച്ചു വരാം. ലാസ്റ്റ് ടൈം ഒരിക്കൽ ചെയ്യാം. ചെവിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക.
സാവധാനം മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി ഉള്ളം കൈയിലോട്ട് കണ്ണൂറ് നോക്കിയേ. എല്ലാവരും നമസ്കാര മുദ്രയിലോട്ട് വരാം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും നിറഞ്ഞതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ബോഡിയിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജി എല്ലാം പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെ ബോഡിയിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. ഫേസ് യോഗ ചെയ്തതിലൂടെ നിങ്ങളുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടിയതായിട്ട് സങ്കല്പിച്ച് നല്ല റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ഫേസിൽ നല്ല ഗ്ലോ ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സൗന്ദര്യം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അത് നിങ്ങളുടെ ഫേസിൽ ഉണ്ടായി വരണം. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് സാവധാനം കണ്ണുറക്കുക. എല്ലാവർക്കും ഇന്നത്തെ ഫേസ് യോഗ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. ഓക്കെ.